തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ അതിൻ്റെ ആഖ്യാനം, അതിൻ്റെ നറേറ്റീവ് തീരുമാനിക്കുക മോദിയാണ്, BJP ആണ്. അങ്ങനെ ഒരു രീതിയാണ് കണ്ടുവന്നിട്ടുള്ളത്. മറ്റുള്ളവർ പിന്നെ ഒന്നുകിൽ അതിനെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ ആ വലയിൽ കൊത്തണം. ഇങ്ങനെ ഒരു അവസ്ഥയാണ് പൊതുവിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ ഡൽഹിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ട ഒന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ മോദി ഉന്നയിക്കുന്ന ഈ മോദി ഗ്യാരണ്ടി ഉണ്ടല്ലോ, അത് ഡൽഹിയിലെത്തിയപ്പോൾ എങ്ങനെയാണ്? എന്താണോ അരവിന്ദ് കെജ്രിവാൾ കൊടുത്തുകൊണ്ടിരുന്നത് അത് നിലനിർത്തുമെന്ന ഗ്യാരണ്ടി താൻ തരുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ നായകസ്ഥാനത്ത് വരുന്നില്ല. പ്രചാരണം ഏത് വിധത്തിലാകണമെന്ന് നിശ്ചയിക്കുന്നതിൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ പിന്നാലെ പോകേണ്ടി വരുന്നു. ആപ്പ് എന്താണോ ചെയ്തത് അത് നിലനിർത്തും എന്ന ഉറപ്പ് കൊടുക്കുന്നു. പിന്നെ അതിനേക്കാൾ കടന്നുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു. ഈ ഫ്രീ ബീസിന് മുഴുവനെതിരായിരുന്നു മോദി പ്രത്യേകിച്ച്. അതിനോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് ആപ്പ് എന്താണോ ഉണ്ടാക്കിയത് വിശ്വാസ്യത ആർജിക്കാൻ, അതേ വഴി നിങ്ങൾക്ക് നടക്കേണ്ടി വന്നില്ലേ? ചുരുക്കത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി ആം ആദ്മി സർക്കാർ എന്താണോ ചെയ്തത് അതിൻ്റെ തുടർച്ച മോദിക്ക് നൽകുകയാണോ ഡൽഹിയിലെ ജനവിധിയിലൂടെ ജനങ്ങൾ നൽകിയത്? വേണു, അങ്ങ് കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മലയാള മാധ്യമ പ്രവർത്തകരിൽ ഏറ്റവും ശക്തനായ ഒരു വക്താവാണല്ലോ. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലക്ക് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവരുടെ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു നിലപാട് മാറ്റമോ ഒക്കെ ഉണ്ടാകും. ഇവിടെ എന്താ കാണേണ്ടത്? ബഹുമാനപ്പെട്ട ശ്രീ ബെസ്റ്റൺ അദ്ദേഹം പറഞ്ഞപ്പോഴും അങ്ങ് അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യവും എന്നോട് ചോദിച്ച ചോദ്യവും ഏതാണ്ട് സമാനമാണ്. ആം ആദ്മി പാർട്ടിയെ വട്ടം ചുറ്റിക്കൊണ്ടല്ലേ BJPയുടെ രാഷ്ട്രീയ നയം എന്നുള്ളത്. 1952 ആദ്യത്തെ ഡൽഹി സംസ്ഥാനത്തെ മന്ത്രിസഭയുണ്ടാകുന്നത്. 56 മുതൽ 93 വരെ അവിടെ നിയമസഭയില്ല. 52 അസംബ്ലിയിലെ സീറ്റിംഗ് സിറ്റുവേഷൻ കോൺഗ്രസ്സിന് 39, അന്നത്തെ ജനസംഘത്തിന് 5-മാണ്. 93 BJP 49, കോൺഗ്രസ് 14-മാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് 2013 വരെ ആ ഡൽഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസംബ്ലി സീറ്റുകൾ കോൺഗ്രസും BJPയും മാത്രമായിരുന്നു. 2013 ശേഷം അത് ആം ആദ്മി പാർട്ടിയും BJPയുമായി മാറി. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ നഷ്ടപ്പെടുകയും സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. വോട്ട് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, അവർക്ക് പെർസെൻറ്റേജ് കൂടിയും കുറഞ്ഞ വോട്ടുകൾ കിട്ടിയുള്ളൂ. പക്ഷെ അതെല്ലാം ആം ആദ്മി പാർട്ടിയിലേക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായും ചില സ്ഥലങ്ങളിൽ അസംബ്ലി എന്നുള്ള നിലക്ക് BJPക്കും ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം എന്തായിരുന്നു? 2013 അവർ അഴിമതിക്കെതിരായി കൊണ്ടുവന്ന ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി. അതിനെ രാഷ്ട്രീയ പാർട്ടി എന്ന് തികച്ചു വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായും അധികാരത്തിൽ വരുന്ന പാർട്ടി എന്നുള്ള നിലക്ക് അവർക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ. സ്വാഭാവികമായും അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ എന്തായിരുന്നു അവരുടെ പ്രഖ്യാപിത നയം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ നിലപാടുകൾ? അഴിമതിക്കെതിരായ പാർട്ടി എന്നുള്ളതാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന രണ്ടാമത്തെ ഗവൺമെൻറ്റിൽ ആ പാർട്ടി എന്തായി മാറി? രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതി നടത്തുന്നൊരു പാർട്ടി ഏത് മാറി? ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്ന ശ്രീ വേണു, BJP ഹിമാചൽ പ്രദേശിൽ അധികാരത്തിൽ വന്നപ്പോഴും നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നപ്പോഴും ഇപ്പോൾ ഹരിയാനയിൽ അധികാരത്തിൽ വന്നപ്പോഴും മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നപ്പോഴും രാജ്യത്തൊട്ടാകെ BJPയും കോൺഗ്രസും പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം മത്സരിക്കുമ്പോൾ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു പ്രകടന പത്രികയുമായാണ്. ആ പ്രകടന പത്രികകൾ നടപ്പാക്കാൻ കഴിയുന്ന ആ പാർട്ടിയുടെ നയങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടാണ്. BJPയും അതുതന്നെയാണ് പ്രഖ്യാപിക്കുന്നത്.